ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഫിദൂസ് വ്ലോഗിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന മാമൻ്റെ കല്യാണമാണ് ഇന്ന് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുത്തില്ല ഫ്രണ്ട്സ്, അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലോട്ടേക്ക് പോകൂലേ, അപ്പോൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ആദ്യം അവിടെയായിരുന്നു കല്യാണം, പിന്നെ ഇവിടേക്ക് വന്നിട്ടൊരു 4 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും മാറ്റി റെഡിയായി പോവുകയാണ്. അപ്പോൾ തന്നെ പോകുന്ന വഴി ക്ലിപ്സാണ് ഇനി ഞാൻ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാണ്ട് മാമന് കാറിലൊക്കെ ഇറങ്ങുന്ന വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ അവിടെ ക്യാമറാമാൻമാരൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ഇത് മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഭാഗത്തല്ല, നെല്ലിപ്പുഴയാണ് കല്യാണം. അങ്ങനെ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. എല്ലാവരും റെഡി ആയി നിൽക്കാണ്ട് മാമന ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ വീഡിയോസൊക്കെ എടുക്കൂലേ. അങ്ങനെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ കുറേ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പിന്നെ ലാസ്റ്റ് ഫുള്ളായിട്ട് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ മാമനൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ ഇവിടെ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, അതൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങളങ്ങനെ കല്യാണം മണ്ഡപത്തിൽ വീഡിയോ എടുക്കട്ടോ. അവിടെ പൊളിയായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളെ മണ്ഡപവും അവിടുത്തെ മണ്ഡപമൊക്കെ കാണാൻ സൂപ്പറായിരുന്നു. പിന്നെ പ്രത്യേകം എന്താ വെച്ചാൽ ജൂൺ 23-നായിരുന്നു കല്യാണം, പക്ഷേ ഇന്ന് എത്ര ആയിരുന്നൊന്നും ആലോചിച്ചെടുക്കണം. ഞാൻ ഇത് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ അടിക്കാനൊന്നും സമയം ഉണ്ടാകുന്നില്ല, പ്രത്യേക സാഹചര്യം അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു ഷാളുമ്മ പേരൊക്കെ എഴുതിയിട്ട് നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കുമല്ലോ, പോലെ അങ്ങനെ വരികയാണ്. അപ്പോൾ വീഡിയോക്ക് ഇങ്ങനെ സ്റ്റക്കില്ലേ, വീഡിയോ അങ്ങനെ സ്റ്റക്കാവണില്ല, ഇടയ്ക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ വീഡിയോ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാകും. പിന്നെ ഞങ്ങളെ മണ്ഡപത്തിൽ നിന്ന് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല, മറന്നു. ആകെ അവിടെ കയറിയതൊക്കെയുള്ളൂ എടുത്തിട്ട്, ഫുള്ളായിട്ടില്ല. അപ്പം നമ്മൾ വീഡിയോ അത്ര ലെങ്ത്തായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ചുള്ളൂ എടുത്തിട്ട്. അങ്ങനെ ഹസ്ന ആൻറ്റി എന്ന് ഞങ്ങൾ വിളിക്കട്ടോ. അപ്പോൾ ഫസ്റ്റ് ആൻറ്റി അവിടേക്ക് കയറുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്. പോലെ വീഡിയോ എടുക്കുമ്പോൾ പൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒന്നും ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല, കിട്ടുകയാണെങ്കിൽ ഞാൻ അയക്കണ്ട്. അങ്ങനെ അവിടെ അത് വീഡിയോ എടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഷാൾ പൊന്തിക്കുന്നതും ഓരോന്നൊക്കെ ഉണ്ടാവില്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കണ്ട അവിടെ ഓരോന്നിങ്ങനെ പൊട്ടിക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഓരോന്ന് പൊട്ടിക്കാൻ മറ്റേ പൊട്ടിക്കുന്ന സാധനമൊക്കെ തന്നെ പൊട്ടിച്ചിട്ട് ഒക്കെ നല്ല വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ ബൊക്കെയൊക്കെ ഉണ്ടാവില്ലേ, ബൊക്കെയൊക്കെ കൊടുത്തു. അങ്ങനെ അവിടെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കട്ടോ അല്ലേ, നമ്മളല്ല അവർ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അതിൻ്റെ ഇടയിലൊരു മഞ്ഞ കളറിൽ ഈ സാധനം ഞാനാക്കിയൊരു അതുപോലെ ഗോൾഡൻ കളറാണല്ലോ, ഒരു മഞ്ഞ ഗോൾഡൻ കളർ, അതിന് മറ്റ് കളറൊക്കെ ആയിരുന്നു. അവിടെ എല്ലായിടത്തും പകർന്നിട്ടൊരു ഒരു മണമൊക്കെ ഉണ്ടായിരുന്നു, പടക്കത്തിൻ്റെ ഫാനൊക്കെ ഇട്ടിക്കല്ലേ. അങ്ങനെ അത് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും കല്യാണം പൊളിച്ചു. അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല, ജൂൺ 23-നായിരുന്നു കല്യാണം, ഇപ്പോഴാണ് വിടണമെന്നുള്ളൂ. അങ്ങനെ ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഈ കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകുമല്ലോ, ഇതൊക്കെ എടുക്കാൻ പോകുന്നത് ഷോപ്പിങ്ങൊക്കെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ സബ്സ്ക്രൈബ് തീരെയല്ല ചാനലിന്, എൻ്റെ ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ചടങ്ങിലോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ മന്തിയും ബിരിയാണിയാണ് കേട്ടോ ഉള്ളത്. തന്നെ അത് തന്നെയാണ്, മന്തി ബിരിയാണിക്കായിരുന്നു. അപ്പോൾ കാണുമ്പോൾ കൊതിയാവണം. അങ്ങനെ ഞങ്ങളോട് തന്നെയായിരുന്നു കേട്ടോ മന്തി ബിരിയാണി. സുർബേനിയാണ് തോന്നുന്നത്, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്.
അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് പോകാൻ പോവാണ്. അപ്പോൾ അവിടെ പാട്ടൊക്കെ പാടും കേട്ടോ. അപ്പോൾ ആൻറ്റിയുടെ വീട്ടുകാരാണ്. ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. പാട്ടൊക്കെ ഇതിൽ ഇടണം എന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് ആവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അങ്ങനെ അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോവാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ. പിന്നെ ഞങ്ങൾ പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് എൻ്റെ അവിടുത്തെ ഡ്രസ്സ് കാണണ്ടേ, പോയി കണ്ടിട്ട് വരും. ഇവിടെ കാലങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇനി മണ്ഡപത്തിലോട്ടേക്ക് പോവാണ്. അപ്പം എൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇത്. ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ കണ്ടില്ലേ എൻ്റെ ഡ്രസ്സ് മൊത്തം ഞാനായിരുന്നു അവിടെ തിളങ്ങിയും കൊണ്ട് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഈ ഒരു മോഡലിലായിരുന്നു. കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡ്രസ്സ് എടുത്തിട്ട് വീഡിയോ എടുത്തിട്ടും മതിയാവണില്ല. ശരിയായില്ലേ വിചാരിച്ചിട്ട് ഇങ്ങനെ പിന്നെയും എടുക്കഞ്ഞ പണി. പിന്നെ ഞാനങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. ഞാൻ ഇപ്പോൾ ഉള്ളത് മണിയറ റൂമിലാണ് കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനെ ഇനി വൃത്തിയാക്കണം. കലങ്കോലായിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും മാറ്റിയിട്ടൊക്കെ. അതുകൊണ്ട് ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ടിരിക്കണം. ആദ്യമായിട്ടാണ് ഹീലൊക്കെ ഇടണത്. മറ്റേ മണവാട്ടികൾ ബ്രൈഡൊക്കെ ഇടണ അങ്ങനത്തെ ചെരുപ്പൊക്കെ ഇട്ടിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി അവിടുത്തെ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ മണ്ഡപത്തിൽ പോയിട്ട് ഓല ഡ്രസ്സ് ഈ ഒരു കളർ ഷെയ്ഡായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ പോയിട്ട് ഈ ഒരു വീഡിയോ മാത്രമുള്ളൂ എടുത്തിട്ട്. അതാണ് ഫ്രണ്ട്സ് ഹൈലൈറ്റ് ആയത്. ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ മറന്നു ഫ്രണ്ട്സ്. കല്യാണത്തിലവിടെ മുഴുകി ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു. പിന്നെ ഓല വീട്ടുകാരൊക്കെ കേക്ക് മുറിക്കണ വീഡിയോ ഒരു ഒറ്റ വീഡിയോ മാത്രമേ കിട്ടിയിട്ട്. അങ്ങനെ മാമൻ്റെ ഡ്രസ്സ് വെയിറ്റ് ആയിരുന്നു. ആൻറ്റിയുടെ ഡ്രസ്സ് ഒരു പിങ്ക് മുന്തിരിങ്ങ കളറായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഓല അവിടുന്ന് എടുത്ത ക്യാമറക്കാർ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത്. ഞങ്ങളവിടുത്തെ കിട്ടിയിട്ടില്ല. ഇതിലൊക്കെ വീഡിയോൻ്റെ സോങ്ങില്ലേ, പാട്ടൊക്കെ ഇടണമെന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് ആവുള്ളൂ ഫ്രണ്ട്സ്. അതാണ്. അങ്ങനെ മാമനൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കുകയാണെന്ന് അത് കിട്ടി. ഇനി വേണം വിരുന്നിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇടാൻ, ഷോർട്സ് ആയിട്ട് ഇടണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയുള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ബായ്.